ഇസ്ലാം അവർ സംവാദത്തിനൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, യേശു ഒരിക്കലും താൻ സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്നത്. പിതാവ് പുത്രനിൽ വസിച്ചു. The Father dwelt in the Son. അതുകൊണ്ട് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. And that is why the Son revealed the Father. പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി. The Son revealed God. പുത്രൻ യഥാർത്ഥ മനുഷ്യനെ വെളിപ്പെടുത്തി. The Son revealed the real man. നമ്മൾ യേശുവിന്റെ അടുക്കൽ വന്നാൽ, so when we come to Jesus, നമ്മൾ കാണുന്നത് ഒരു സമ്പൂർണ്ണ ദൈവത്തെയാണ്. what we see is a complete and perfect God. യേശുവിന്റെ അടുക്കൽ വന്നാൽ നാം കാണുന്നത് സമ്പൂർണ്ണ ദൈവത്തെയാണ്. When we come near to Jesus, what we see is a complete and perfect God. ഈ ഇസ്ലാം അവർ സംവാദത്തിനൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, യേശു ഒരിക്കലും താൻ സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്നത്. The people of the faith of Islam, when they debate about Jesus, they say that Jesus never said that he is God. പിന്നെ നിങ്ങൾ എങ്ങനെ യേശുവിനെ ദൈവമാക്കുന്നത്? Then how do you make Jesus as God? യേശു ദൈവമാണെന്ന് പറഞ്ഞ ദൈവമാവൂ? So I'm asking, if Jesus says that Jesus is God, will he become God? ആകത്തില്ലല്ലേ? He will not become ഇവിടെ God. ഒത്തിരി ദൈവങ്ങൾ, മനുഷ്യ ദൈവങ്ങൾ എഴുന്നേറ്റിട്ട് തങ്ങൾ ദൈവങ്ങളാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ആരും ദൈവമായില്ലല്ലോ. There are many human gods who like human people that declare that they are God, and they did not become God. ഒരാൾ സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടാൽ ദൈവമാകത്തില്ല, ഉറപ്പാ. If a person himself claims that he is God, he does not become God. യേശു താൻ സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. When they say that Jesus did not claim that he is God, there is a thing, there is a reason. ദൈവത്തിന്റെ വചനം വായിച്ചാൽ ദൈവത്തിന്റെ സകല ഗുണങ്ങളും ഒന്നും കുറവില്ലാതെ അതിന്റെ പൂർണ്ണതയിൽ യേശുവിലുണ്ട്. When you see Jesus, every attributes of God, every fullness of God is in Jesus. ആമേൻ. ഒറ്റ കാര്യം പറയാം. I'll say only one thing. ദൈവം സർവ്വവ്യാപിയാണ്. God is omnipresent. Am I right? ദൈവത്തിന് അനേകമായ ഗുണവിശേഷങ്ങളുണ്ട്. And God has many characteristics. അതിൽ ഒന്ന് ഒറ്റ ഉദാഹരണം പറയാണ്, അവൻ സർവ്വവ്യാപിയാണ്. And one example I'm going to say that he is omnipresent. അവൻ എല്ലായിടത്തുമുണ്ട്. He is there everywhere. ആമേൻ. അവൻ എല്ലാവരിലുമുണ്ട്. He is present in everyone. ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ ജനമെല്ലാം പറയുകയാണ്, വിശ്വാസി പറയാണ്, യേശു ഞങ്ങളിൽ വസിക്കുന്നു. When I went to Africa, all the believers in that place, they said Jesus dwells in us. ലക്ഷങ്ങൾ പറയുകയാണ് യേശു അവരിൽ വസിക്കുന്നു. Lakhs of people, they say that Jesus dwells in them. അവിടെ കൂടുന്ന ഓരോ കൂടിവരവിലും ഓരോ സഭാ കൂട്ടം പറയാണ്, യേശു ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. Every churches that gather, they say Jesus is in our midst. അമേരിക്കയിൽ പോയപ്പോൾ ഇത് തന്നെ അവരും പറയുകയാണ്. When I went to the USA, they also said the same thing. യേശു ഞങ്ങളിൽ വസിക്കുന്നു. That Jesus dwells in us. അവർ സഭ കൂടുമ്പോൾ പറയുന്നു, യേശു ഞങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു. When they gather together in the church, they say Jesus dwells in us. അത് ലോകത്തിൽ എല്ലായിടങ്ങളിലുമുള്ള ദൈവമക്കൾ പറയുന്നു യേശു അവരിലുണ്ടെന്ന്. The believers, the children of God in the whole world, they say Jesus is dwelling in them. അവരുടെ സഭാ കൂടിവരവിന്റെ മധ്യത്തിൽ യേശു ഉണ്ടെന്ന്. And they say that when they gather together, in the midst of them there is Jesus. യേശു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. Jesus said, whenever 2 or 3 people gather together, in their midst I am there. ആമേൻ. Amen. അവൻ സർവ്വവ്യാപിയായതുകൊണ്ട്. Because he is omnipresent. ഹല്ലേലൂയ. Hallelujah. യേശു സർവ്വവ്യാപിയാണ്. Jesus is omnipresent. ദൈവത്തിന്റെ ശ്രേഷ്ഠ ഗുണമാണ്. That is one of the attributes of God. ഹല്ലേലൂയ. Hallelujah. അവൻ സർവ്വവ്യാപിയാണ്. He is omnipresent. ഒരു ദൂതൻ അങ്ങനെ ആകാൻ പറ്റത്തില്ല. An angel of God cannot become like that. ഒരു ദൈവത്തിന്റെ ദൂതന് സർവ്വവ്യാപിയായിരിക്കാൻ പറ്റത്തില്ല. An angel of God could not be an omnipresent. ദൈവം എന്ന് പറയുന്ന ആ അസ്തിത്വത്തിന്, ആ വ്യക്തിക്കുള്ള
ഒരു വലിയ പ്രാധാന്യമാണ് അവൻ സർവ്വവ്യാപിയായിരിക്കുക എന്നുള്ളത്. The attribute of God, the person of God is that he is omnipresent. മാത്രമല്ല സകലരിലും വിശ്വസിക്കുന്ന സകലരിലും വസിക്കുക എന്നുള്ളത്. And not only that, he dwells in everyone who believes in him. വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ഒരു ചൈതന്യമല്ല, അവൻ വ്യക്തിയായി വസിക്കുകയാണ്. When you're talking about dwelling, it's not only his presence, but he is dwelling in him in a bodily form as a person. യേശു എന്നിൽ വ്യക്തിയായിട്ടാണ് വസിക്കുന്നത്. Jesus is dwelling in me as a person. അത് അവന്റെ ആത്മാവിലായിരിക്കാം, that is by his spirit, അവന്റെ that is ജീവനാലായിരിക്കാം. by his life. പക്ഷെ എന്നിൽ യേശു ഉണ്ടെന്ന് പറയുമ്പോൾ എന്നിൽ യേശു സമ്പൂർണ്ണമായ വ്യക്തിയാണ്. But when I say I have Jesus abiding in me, that Jesus is a person abiding in me. അവൻ സമ്പൂർണ്ണ ദൈവമായി എന്നിൽ വസിക്കുകയാണ്. He is dwelling in me as a complete God. അവൻ എന്നിൽ സംസാരിക്കാം, And he can speak within me. എന്നോട് He can സംസാരിക്കാം, speak to me. ഞാൻ പറയുന്നത് കേൾക്കാം, He can hear what I say. എനിക്ക് അവനെ അനുഭവിക്കാം. I can experience him. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. അതേസമയം യേശുവിന് ശാലോമിൽ വസിക്കാം, At the same time, Jesus can dwell in Shalom. ശാലോമിനോട് സംസാരിക്കാം. He can speak with Shalom. ആമേൻ. Amen. നിങ്ങളിൽ വസിക്കുന്നു. He is dwelling in you. കാര്യം എന്താ? What is the അവൻ reason? ദൈവമാണ്. Because he is God. അവൻ omnipresent, അവൻ സർവ്വവ്യാപിയാണ്. He is omnipresent. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ കാണുന്നത് സമ്പൂർണ്ണ ദൈവത്തെയാണ്. When you come near to Jesus, what you see is a complete God. അവൻ ദൈവമാണ്. He is God. ഹല്ലേലൂയ. Hallelujah. രണ്ട്, നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ കാണുന്നത് സമ്പൂർണ്ണ മനുഷ്യനെയാണ്. Secondly, when you come near to Jesus, what you see is a complete man. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ യേശുവിനെ ഡിഫൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. If you need to define what a man is, you need to first define who Jesus is. നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്നെ ഡിഫൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. If you look into me and if you define me, you cannot see a complete man. നിങ്ങൾ ദാവീദിന്റെ അടുക്കൽ വന്ന് ദാവീദിനെ ഒന്ന് ഡിഫൈൻ ചെയ്താൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ മനുഷ്യനെ കാണാൻ If you പറ്റത്തില്ല. come near to David and you define David, you cannot see a complete man. നിങ്ങൾ അബ്രഹാമിന്റെ അടുക്കൽ വന്ന് അബ്രഹാമിനെ ഒന്ന് ഡിഫൈൻ ചെയ്താൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ മനുഷ്യനെ കാണാൻ If you പറ്റത്തില്ല. come near to Abraham and you define Abraham, you cannot see a complete man. ഒരു മനുഷ്യനെ കാണണമോ? If you want to see a man, സകല ഗുണങ്ങളും തികഞ്ഞ മനുഷ്യനെ കാണണമോ? a man with all the complete and perfect nature, അത് യേശുവിൽ മാത്രമേ ഉള്ളൂ. only in Jesus. എങ്ങനെ യേശു അങ്ങനെ ആയത്? How did Jesus become like that? ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും അവനിൽ വസിച്ചതുകൊണ്ട്. Because all the fullness of God dwelt in Jesus. ഹല്ലേലൂയ. Hallelujah. ദൈവം യേശുവിൽ വസിച്ചതുകൊണ്ടാ. God dwelt in Jesus സമ്പൂർണ്ണമായി വസിച്ചതുകൊണ്ടാ. in its fullness. മാത്രമല്ല And not only that, യേശു പിതാവിലും വസിച്ചു. Jesus dwelt in the Father. പിതാവ് പുത്രനിൽ വസിക്കുന്ന കാര്യം മാത്രമല്ല വിഷയം. It's not only that the Father is dwelling in Jesus, യേശു പിതാവിൽ വസിച്ചു. but Jesus dwelt in the Father. ആ വാസത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. And he continued in that. അർത്ഥം യേശു സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല. Meaning Jesus did not do anything of സ്വയമായി ഒന്നും did പ്രവർത്തിക്കുന്നില്ല. not do anything of his own, പിതാവിൽ തുടരുകയാണ്. but he is continuing in the Father. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് അത് വെളിപ്പെടുത്തിയെങ്കിലേ അതിന്റെ മർമ്മം ഗ്രഹിക്കാൻ Only പറ്റുകയുള്ളൂ. if the Holy Spirit revealed this to us, only then we can understand the mystery of this. ഹല്ലേലൂയ. Hallelujah.